ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആത്മീയതയുടെ മാർഗത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ എല്ലാ മതവിഭാഗത്തിലും നടക്കുന്നുണ്ടെങ്കിലും ഞമ്മൻ്റെ മതമാണ്, ആകാശത്തെ വാന മാമാടെ മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരുണ്യം വാരി വിതറുന്ന ജെന്യൂനിറ്റി ആണെങ്കിൽ പറയാനുമില്ല. അങ്ങനെ സത്യസന്ധമായി അള്ളാഹു നൽകുന്ന പരിശുദ്ധ ഖുർആനിലൂടെയുള്ള ആശയങ്ങളും അതിൻ്റെ ഉദ്ബോധനങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് സ്വർഗത്തിലേക്കുള്ള യാത്ര, ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ ആളെ കൊണ്ടുപോകുന്ന യാത്രയുണ്ടല്ലോ, അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഉഡായിപ്പാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഓരോ ട്രാവൽസുകാരും എത്ര പെട്ടെന്നാണ് കോടികളുടെ അധിപന്മാരായി മാറുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. തിരുവനന്തപുരം സിറ്റിയില് കല്ലാട്ടുമുക്ക്, മണക്കാട്, കല്ലാട്ടുമുക്ക്, കമലേശ്വരം പ്രദേശങ്ങളിൽ ഇഷ്ടംമാതിരി ടൂർ ആൻഡ് ട്രാവൽസിന്റെ ആളുകളുണ്ട്. ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ കൊണ്ടുപോകുന്ന ആളുകൾ. ഇവരുടെയൊക്കെ വീടുകളിൽ ഇവരുടെ മക്കളെയും ഭാര്യമാരെയും ഒക്കെ ഖുർആൻ പഠിപ്പിക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ടറിയാം. വളരെ പെട്ടെന്നാണ് ഇവരെ കോടികളുടെ അധിപന്മാരായി മാറുന്നത്. ഒരാള് ഉംറയ്ക്കോ ഹജ്ജിനോ പോകാൻ തീരുമാനിച്ചാൽ അവരുടെ ആരും അവിടെ ഉണ്ടാകില്ല, അവരുടെ കൂടെ ആരും പോകുന്നുമില്ല. എന്നാലും അവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ആങ്ങളമാരെ ഉണ്ടാക്കി കൊടുക്കും, മക്കളെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ഇന്ന ആളവിടെയുണ്ട്. കാരണം മഹ്റം ഒപ്പിച്ചിട്ടുള്ള യാത്രയെ അവിടെ അനുവദിക്കും. വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ആളുകൾ ഈ യാത്രയിൽ ഇവരോടൊപ്പം ഉണ്ടാകണം. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിയാത്ത, ഇനി ഒരിക്കലും കാണാനും സാധ്യതയില്ലാത്ത ആളുകളെയൊക്കെ റിലേഷൻഷിപ്പിലാക്കി തന്നിട്ടാണ് അവിടെ കൊണ്ടുപോകുന്നത്. എന്തിനാ? സ്വർഗം വാങ്ങാൻ. സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് കീറി വാങ്ങിക്കാനാണ് ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ കൊണ്ടുപോകുന്നത്. ഈ കൊണ്ടുപോകുന്ന വേട്ടാവളിയന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഇവരെന്ത് പറഞ്ഞാലും ഗൈഡാണല്ലോ, ശരി, ഈ പോകുന്ന അനുയായികൾ അങ്ങ് കേൾക്കും, അവര് ശരിയാണെന്നങ്ങ് വിചാരിക്കും. പക്ഷേ ഇവര് നമ്പർ 1 സ്ത്രീലമ്പടന്മാരാണെന്നും ഇവരൊക്കെ വേശ്യാവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയാണ് കൂടുതൽ സ്ത്രീകളെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് ഇവർക്ക് അനുയോജ്യമായ രൂപത്തിൽ ഒരു റൂമൊക്കെ എടുത്തിട്ടാണ് ഇവർ താമസിപ്പിക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എല്ലാ മേഖലകളിലും ചൂഷണങ്ങൾ ഉള്ളതുപോലെ തന്നെ ഈ ആത്മീയ മേഖലയിലെ ചൂഷണങ്ങൾ കുറച്ചു കൂടുതലാണ്. ഈ കൊണ്ടുപോകുന്ന സ്ത്രീകൾ ഉംറയ്ക്കിടയില് തൊവാഫിനിടയിൽ തന്നെ പല തവണകളില് പല പുരുഷന്മാരാൽ പല രൂപത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്. ഒരു സ്ത്രീയാണ് വളരെ വിചിത്രമായ അവരുടെ അനുഭവം എഴുതിയിരുന്നത്. പിൻഭാഗത്ത് എന്തോ ഒരു സാധനം വന്ന് തട്ടുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാള് ലിംഗം കൊണ്ട് ഉരസുന്നതായിരുന്നു. ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ച് അവരൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് കമന്റ്സുകളാണ് അതിൻ്റെ താഴെ വന്നത്. എനിക്ക് അവിടുത്തെ ആ ഒരു അനുഭൂതി, ആ ഒരു ആത്മീയ യാത്രയുടെ ആ തീർത്ഥാടനത്തിന്റെ സുഖം, ആ മണ്ണിന്റെ ഒരു രസകരമായ അനുഭവം, ഇതൊന്നും അനുഭവിക്കാൻ, ആസ്വദിക്കാൻ, അത് പിന്നീട് ഓർത്തെടുക്കാൻ, ഒരിക്കൽ കൂടി ആ മണ്ണിൽ ഒന്ന് ചവിട്ടാൻ എനിക്ക് ആഗ്രഹമില്ലാതാക്കിയത് ഇതുപോലെയുള്ള സംഭവങ്ങളാണ് എന്ന് ഒരുപാട് സ്ത്രീകൾ തുറന്നു പറയുന്ന അനുഭവങ്ങൾ. എന്തായിരുന്നാലും ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ ആത്മീയ ചൂഷകരെ കുറിച്ച് പറയുന്നത് ഞാനാണെങ്കിൽ ഇസ്ലാമിനോട് എനിക്കെന്തോ ശത്രുതയുള്ളത് കൊണ്ടാണ്, അയ്യോ മുസ്ലിം സമുദായത്തെ പറയുന്നേ എന്ന് പറഞ്ഞിട്ട് നെഞ്ചിലിടിച്ച് നിലവിളിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം വരും. അവര് വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഈ മേഖല മുസ്ലിം സമുദായത്തിനെതിരെ, മുസ്ലിം സമുദായം വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് സംസാരിച്ചാൽ ഏറ്റവും കൂടുതൽ കല്ലും മുള്ളും നിറഞ്ഞ പാതയാണെന്നും ഇല്ലാ കഥകളും ഭീഷണികളും അതുപോലെ കൊലവിളികളും തെറിവിളികളും എമ്പാടും എനിക്ക് നേരെ വരുമെന്നും അറിഞ്ഞും മനസ്സിലാക്കിയും അനുഭവിച്ചും തന്നെ ഈ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ശ്രമിക്കല്ല. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോകും. വച്ച കാലം മുന്നോട്ട് തന്നെ ഒരു നവീകരണവും പുരോഗതിയും ആണ് ലക്ഷ്യം കണ്ടിട്ട് ഇറങ്ങിയതെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അത് ഞാൻ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. നിർഭയരായ ആളുകൾക്ക് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മുന്നോട്ട് വരാൻ സാധിക്കും, പ്രത്യേകിച്ച് വിമർശനമാകുമ്പോൾ. അതുകൊണ്ട് പേടിച്ച് പിന്മാറി ഒളിക്കാനാണെങ്കിൽ അവർക്ക് ഈ മേഖല വേണ്ട, വേറെ എന്തെല്ലാം മേഖലകളുണ്ട്.
മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിയും വളർച്ചയും അവർ തെറ്റുതിരുത്തി മുന്നോട്ട് വരുന്നതും വളരെ അനിവാര്യമാണ്. കാരണം അവരും സമൂഹത്തിന്റെ മുഖ്യധാര ആളുകൾ തന്നെയാണ്. അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. മുസ്ലിം സമുദായത്തെ പരിഷ്കരിക്കാൻ അവർ തയ്യാറാകണം. നമ്മളൊക്കെ എടുത്തിരിക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ടാണ് അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ള മുസ്ലിം പുരോഹിതർ ചില വസ്തുതകൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളത്. പരിശുദ്ധ ഹജ്ജ്, ഉംറ എന്നിവയുടെ പവിത്രത ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ രംഗം ഇന്നൊരു കച്ചവട മേഖലയായി മാറിയപ്പോൾ ഒരുപാട് ചൂഷണങ്ങളും അതുപോലെ തന്നെ അതിന്റെ മറവിൽ കുറെ വൃത്തികേടുകളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഈ രംഗത്ത് ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരും നല്ല രീതിയിൽ ഈ രംഗം കൈകാര്യം ചെയ്യുന്നവരും അതുവഴി ഒരുപാട് ആളുകൾക്ക് ഈ പുണ്യഭൂമിയിൽ എത്തുവാനും കർമ്മങ്ങൾ നിർവഹിക്കുവാനും സഹായം ചെയ്യുന്നവരുമായ ഏജൻസികളുണ്ട്. അതാ പറഞ്ഞത്, എല്ലാ മേഖലയിലും ചൂഷകരുള്ളതുപോലെ തന്നെ ഈ മേഖലയിലുള്ള എല്ലാവരും ചൂഷകരാണെന്നും സാമ്പത്തിക മോഹം അത്യാഗ്രഹം തലയ്ക്ക് പിടിച്ചവരാണെന്നും ഒന്നും നമുക്ക് ആർക്കും അഭിപ്രായമില്ല. കള്ളനാണയങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരിക, അതാണ് ലക്ഷ്യം. മേലുമാരെയും വേദനിപ്പിക്കാനല്ല ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് തയ്യാറാക്കുന്നത്. അവർ ക്ഷമിക്കണം. അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ, അവരുടെ പ്രവർത്തനങ്ങൾ തുടരട്ടെ. എന്നാൽ ഇന്ന് ഏതെങ്കിലും ഒരു അമീറിനെ എവിടെ നിന്നും കണ്ടെത്തി വേഷത്തിലും സംസാര വൈഭവത്തിലും അയാൾ മുൻപിലാണെങ്കിൽ യാതൊരു തരത്തിലും തത്വമില്ലെങ്കിൽ പോലും സൂക്ഷ്മതയില്ലെങ്കിൽ പോലും അയാളെ അമീറാക്കി ആളുകളെ ക്യാൻവാസ് ചെയ്തൊരു സമീപനമാണ് പല ട്രാവൽ ഏജൻസികളും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്നും പരിശുദ്ധ മക്കയിലെത്തിയാൽ ചൂഷണ മനോഭാവങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് അനുഭവ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ നാം വളരെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നത്. ചൂഷണ മനോഭാവം പവിത്ര ഭൂമിയിലാകുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും ഇത്തരം അമീർമാർ മുന്നോട്ട് വരുന്നില്ല. ഈയിടെ വാട്സപ്പിൽ ഒരു കുടുംബം തകർന്ന കഥ വന്നിരുന്നു. അവിടെ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയട്ടെ, ഏത് നിലക്കാണ് ഈ വാട്സപ്പിൽ ഈ കരഞ്ഞുകൊണ്ട് ഈ സംഗതി സമൂഹത്തോട് പറഞ്ഞ സുഹൃത്ത് തന്റെ ഭാര്യയെ ഒരു അമീറിന്റെ കൂടെ പറഞ്ഞയച്ചത്? ആ അമീറിന്റെ പൂർവ്വകാല ചരിത്രം അയാൾ പരിശോധിച്ചിരുന്നു. ഏത് നിലയിലാണ് ഒരു ഹജ്ജിന് കൊണ്ടുപോകുന്ന ലീഡർ, അദ്ദേഹത്തെയാണ് അമീർ എന്ന് പറയുക. അദ്ദേഹം ഇതിനു മുമ്പ് ഏതെങ്കിലും ഗ്രൂപ്പുകളെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ആക്ഷേപങ്ങൾ നിലവിലുണ്ടോ? ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം യഥാർത്ഥത്തിൽ നല്ല രൂപത്തിൽ ആത്മീയ മേഖലയിലുള്ള വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള തട്ടിപ്പിന് പാത്രമാകുന്ന സാഹചര്യങ്ങളിൽ. തന്നെയുമല്ല, ഇന്നിത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം ഒരുപാട് വസ്തുതകൾ നിരത്തി പറയുന്നുണ്ട്. ഇന്ന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ന് ഉംറയ്ക്ക് കൊണ്ടുപോയ ഒരു വിഭാഗം ആളുകളുടെ വാർത്ത നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകാം. മലയാളി ഉംറ തീർത്ഥാടകരെ മദീനയിൽ ഉപേക്ഷിച്ച് ഏജന്റുമാർ മുങ്ങിയ ഒരു വാർത്തയായിരുന്നു ഇന്ന് പുറത്തു വന്നത്. അഷ്റഫ് സഖാഫിയുടെ ഉടമസ്ഥതയിലുള്ള മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി പോയവർക്കാണ് കടുത്ത ബുദ്ധിമുട്ട് നേരിട്ടത്. ടിക്കറ്റ് ശരിയാക്കാൻ എന്ന് പറഞ്ഞ് പുറത്തുപോയി സഖാഫി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നാട്ടിലേക്ക് മുങ്ങി. ഇതോടെ പ്രായമായവരും ക്യാൻസർ രോഗികളും അടക്കം കൊടും തണുപ്പിൽ പെരുവഴിയിലായി. ഭാഷയറിയില്ല, നാടറിയില്ല, തിരിച്ചു വരാനോ അതല്ലെങ്കിൽ ഉംറ ചെയ്തിട്ട് മടങ്ങി വരാനോ ഉള്ള പ്രൊസീജിയർ അറിയില്ല. അമീറാണ് പണം വാങ്ങിയിട്ട് ഇങ്ങനെ ഇവരെ വേറൊരു നാട്ടിൽ ഉപേക്ഷിച്ചു മടങ്ങുന്നതെങ്കിൽ ഇവനൊക്കെ പരലോകത്തെ വിശ്വസിക്കുന്നവരാണോ? നാളെ ഞാൻ ചോദ്യം ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നവരാണോ? വെറും സാമ്പത്തിക ലാഭം മാത്രമല്ല ഇവരുടെയൊക്കെ ലക്ഷ്യം. എല്ലാവരും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്, 90%. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 160ഓളം പേരാണ് മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഉംറയ്ക്ക് പോയത്. ആളൊന്നിന് 65,000 രൂപ. നിങ്ങൾ കൂട്ടിക്കോ എത്ര കോടികളാണ് ഈ വരുന്നതെന്ന്. 65,000 രൂപ 160 ആളുകളിൽ നിന്ന് വാങ്ങുന്നു. 15 ദിവസത്തെ പാക്കേജിന് വേണ്ടിയിട്ടാണ് ഇവർ സൗദിയിൽ എത്തുന്നത്. 15 ദിവസം നിങ്ങൾക്ക് അവിടെ താമസിക്കാം എന്നൊക്കെയാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നിട്ട് അഷ്റഫ് സഖാഫിയുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങൾ സന്ദർശിച്ച സംഘം മദീനയിലെത്തി. ഇതിനിടയിലാണ് മടക്കയാത്രയ്ക്ക് ടിക്കറ്റ് ശരിയാക്കാനാണ് എന്ന് പറഞ്ഞ് ഇയാൾ കോഴിക്കോടേക്ക് മുങ്ങുന്നത്. തുടർന്ന് ഇന്ത്യൻ കോൺസുലേറ്റും ഹജ്ജ് ഉംറ മന്ത്രാലയവും ഇടപെട്ടാണ് ഈ പാവങ്ങൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെ ഏർപ്പാട് ചെയ്തു കൊടുത്തത്. സമ്മർദ്ദത്തിന്റെ ഫലമായി ഏജൻസി ബുക്ക് ചെയ്ത ടിക്കറ്റ് ആകട്ടെ മദീനയിൽ നിന്നും 12,000 കിലോമീറ്റർ അല്ല 12,000 അല്ല കേട്ടോ, 1,200 കിലോമീറ്റർ അകലെ ദമാം വഴിയിലായിരുന്നു അത്ര. എന്നാൽ കൃത്യസമയത്ത് യാത്രാ സൗകര്യം ലഭിക്കാത്തത് കൊണ്ട്
80ഓളം പേരുടെ യാത്ര മുടങ്ങി. സന്നദ്ധ സംഘടനകളും ഇന്ത്യൻ കോൺസുലേറ്റുമൊക്കെ ഇടപെട്ട് ഇന്ന് ഉച്ചയ്ക്ക് വിമാനത്തില് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ നാട്ടിലെത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാട്ടിലെത്തിയോ ഇല്ലേ എന്നറിയില്ല. നോക്കണം, ഇവരെന്തിനു വേണ്ടി പോയതാ? ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ ഭവനം എന്നറിയപ്പെടുന്ന, പ്രവാചകൻ കാലുകുത്തിയ, പ്രവാചകൻ നമസ്കരിച്ച, പ്രവാചകന് ദൈവികമായ വെളിപാടുകൾ ഇറങ്ങിയ, പ്രവാചകൻ പ്രബോധനം ചെയ്ത, പ്രവാചകൻ ജനിച്ച, പ്രവാചകൻ മരിച്ച ആ മണ്ണൊന്ന് ചവിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇവർ ഈ പോകുന്നത്. ഈ അഷ്റഫ് സക്കാഫി എന്ന് പറയുന്നത് ഇദ്ദേഹം മതം പഠിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ലഭിച്ച ബിരുദമാണ്. അപ്പോൾ മതപരമായി അറിവില്ലാത്ത ആളല്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിന്റെ പിന്നിൽ ചൂഷണമല്ലാതെ, സാമ്പത്തിക മോഹമല്ലാതെ മറ്റെന്താണ് ഇതിനകത്തുള്ളത്? നന്ദി.